എന്റെ ലൈവല്ല, നിന്റെ ലൈവാണ്. ആണ് ഇപ്പൊ തൊലിച്ചോണ്ടിരിക്കണെന്നെല്ലാം പറയേണ്ട കാര്യം എന്താ? അത് തന്നെയാണ് പറയാൻ. ബോധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് ആരാ ബോധമില്ലാത്ത കാര്യം പറഞ്ഞത്? ആദ്യം ആരാ പറഞ്ഞത്? ഞാനിതിൽ ഇടപെടാൻ കാരണം എന്താ? ഞാനാരെ പേടിക്കുന്ന? അഖിലെ നീയല്ലേ പേടിക്കുന്നത്? നിനക്കല്ലേ പേടി? ഞാൻ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു പൊതുസമൂഹത്തിന്റെ മുന്നില്. ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചെങ്കിൽ നാളെ അനീഷിനെ കൊണ്ട് നിനക്ക് മറ്റൊരു ഉപകാരം. അതാണ് പണം മാത്രമാണ്. നീ എന്ത് വേണേലും പറഞ്ഞുണ്ടായിക്കോ അഖിലെ. നീ ഓരോ മിനിറ്റിലും ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് തന്നെയാണ് നീ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരിക്കലും അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജയിച്ചു കഴിഞ്ഞപ്പം അയാൾ എന്റെ ലൈവിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊണ്ടുവന്നാള് വിനുവാണ്. കൊണ്ടുവന്നാള് വിനു എന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡോവും തമ്മിലാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഇവരാരുമായിട്ട് പരിചയമില്ല. അച്ചായൻ എന്റെ ഫ്രണ്ടാണ്. അച്ചായനാണ് ഇവന്മാരുമായിട്ട് പരിചയം. നീ എന്താ വാക്കുകൾ വളച്ചൊടിക്കുന്നാകില്ലേ? നീ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറ. അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചായനെ പരിചയം കാണത്തില്ല, അച്ചായനെ സ്വന്തം അഭിപ്രായത്തിൽ കൊണ്ടുവന്നാണെന്ന് പറയും. മാരാറ് ചിലപ്പോ അങ്ങനെ ആയിരിക്കണം, പക്ഷെ ഞാൻ അങ്ങനെയല്ല മാരാറ. ഞാൻ എന്റെ നിരപരാധിത്വം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു ഓൾറെഡി.